ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ നയന എത്തിയിരിക്കുകയാണ്. സുമംഗലിയാണ് നയനയെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നയന വന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മുടെ നന്ദയാണോ നയനയെ കൊണ്ടുവന്നത് അതോ അർജുനാണോ നയനയെ കൊണ്ടുവന്നത് എന്ന് മാത്രമേ ഇനി തെളിയാനുള്ളൂ. ഇവര് പേരിലും ഒരാൾ തന്നെയാണ് നയനയെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ സുമംഗലിയുടെ കൂടെ നയന വരണമെങ്കിലും സുമംഗലിയുടെ മനസ്സ് മാറി പോകുവാണെ പൊക്കോട്ടെ, പിങ്കി പോകുവാണെ പൊക്കോട്ടെ എന്നൊക്കെ പറയണമെങ്കിലും ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് നമുക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ നമ്മുടെ മോഹിനിയും അതുപോലെ തന്നെ പിന്നെ ആരാ പവിത്രയും കൂടെ ചേർന്ന് പറയുകയാണ്. വേറൊന്നുമല്ല പറയുന്നത്, ഇനിയിപ്പം പിങ്കി ചേച്ചി പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. പണ്ട് മുതലേ ഉള്ളൊരു മോഹമല്ലായിരുന്നോ ഇതൊക്കെ? എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹമല്ലായിരുന്നോ നയനയും അർജുനും ഒക്കെ തമ്മിൽ ഒന്നിക്കണം എന്നത്? അപ്പൊ പിന്നെ ഇനിയിപ്പം പിങ്കി പോയാലും പ്രശ്നമില്ലല്ലോ, വേണമെങ്കിൽ അത് നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കാം എന്നും കൂടെ പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടാണ് പിങ്കി നിൽക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ സത്യത്തിൽ പിങ്കിക്ക് എന്തിന്റെ പ്രശ്നമാണെന്ന് നമുക്കും തോന്നിപ്പോകും. കാരണം ഗൗതമിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന പിങ്കി എന്തിനാണ് ഇപ്പൊ നമ്മുടെ അർജുനെ തേടി നയന എത്തിയെന്നും പറഞ്ഞോ, അർജുനെ ഇനി നയന കല്യാണം കഴിച്ചെന്നും പറഞ്ഞോ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? പക്ഷെ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇനിയാണ് അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്. ഇനിയാണ് നമ്മുടെ പിങ്കി അറിയാൻ പോകുന്നത് തൻ്റെ മനസ്സിൽ അർജുന്റെ സ്ഥാനം എന്താണെന്നുള്ളത്. ഏതായാലും ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി വിടാൻ വേണ്ടിയും ലക്ഷ്മി പറഞ്ഞു, വേണ്ട, നിങ്ങൾ ഇനിയിപ്പം പെട്ടെന്ന് കറികളൊക്കെ നമുക്ക് തയ്യാറാക്കണ്ടേ, ഏതായാലും ഗസ്റ്റുകൾ ഉള്ളതല്ലേ, കറികളൊക്കെ തയ്യാറാക്കി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പം നന്ദ പതുക്കെ അങ്ങ് ഇറങ്ങിപ്പോവുകയാണ്. അപ്പം നന്ദ പതിയെ അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി നന്ദയുടെ പിന്നാലെ ചെല്ലുകയാണ് കേട്ടോ. അപ്പം പിങ്കി നന്ദയുടെ പിന്നാലെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി ചോദിച്ചു, അല്ല നന്ദേ, നീ അവിടെ നിന്നേന്ന് പറഞ്ഞു. എന്താ പിങ്കി? അല്ല, ഈ പറയുന്ന നയന ആരാന്നാ പറഞ്ഞത്? നയന അർജുന്റെ ആരാ? അതെ, നയന ഇവിടത്തെ അർജുന്റെ അല്ല, സോറി, നമ്മുടെ സുമംഗലി അപ്പച്ചിയില്ലേ, സുമംഗലി അപ്പച്ചിയുടെ ആങ്ങളയുടെ മോളാണ്. ഇവര് ഭയങ്കര കളിക്കൂട്ടുകാരാന്നൊക്കെയാ പറഞ്ഞു കേട്ടത്. അതുമല്ല, നമ്മുടെ അർജുന് വേണ്ടി നയനെ ആലോചിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അതെന്തോ നടക്കാതെ പോയി എന്നൊക്കെ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞു. അല്ല, ഇതെന്താ ഇപ്പൊ പിങ്കി ചോദിച്ചത് എന്ന് ചോദിച്ചപ്പം, അല്ല, വീട്ടിലൊരാൾ വരുമ്പോ എന്താ ഏതാന്ന് ചോദിക്കണമല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ. അവളുടെ നടപ്പും എടുപ്പും ഭാവവും കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവളേതോ സന്യാസിയാണെന്ന് തോന്നൂലോ. ഈ സന്യാസിമാർ ഇനി വിവാഹം കഴിക്കുമോ എന്നുള്ള രീതിയിലായി പിങ്കിയുടെ അടുത്ത ക്വസ്റ്റിന്. അപ്പോഴാണ് നമ്മുടെ നന്ദ പറഞ്ഞത്, സന്യാസിയല്ല, അവര് ഇപ്പം വ്രതം അനുഷ്ഠിക്കുകയാണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ആ കാവ്യ വേഷത്തിൽ നടക്കുന്നത്. ദേ, ഇനിയിപ്പം വ്രതമൊക്കെ കഴിഞ്ഞ് കുളിച്ച് സാധാ വേഷത്തിലേക്കൊക്കെ വരാന്നുള്ളതേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും നമ്മുടെ പിങ്കിയുടെ മനസ്സിൽ വേദന വരുന്നുണ്ടെന്ന് നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലായി കേട്ടോ. പിങ്കിക്ക് എന്തൊക്കെയോ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മനസ്സിലായി. നമ്മുടെ പിങ്കി ദേഷ്യം വന്നിട്ട് നേരെ റൂമിനകത്തേക്ക് പോവുകയാണ്. എവിടെന്ന് നമ്മുടെ അർജുൻ മൈൻഡ് ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പിങ്കി അർജുൻ ഇപ്പോൾ ഒരു മൈൻഡും ചെയ്യാതെ നടക്കാണ് കേട്ടോ. അപ്പൊ അർജുൻ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കാണുമ്പോഴത്തേക്കും പിങ്കിക്ക് ദേഷ്യം വരിക. അതുമല്ല, പിങ്കി അവിടെ വലിയൊരു പ്രധാന വിഷയം എടുത്തിട്ടായിരുന്നുവല്ലോ, ഡിവോഴ്സ് എന്ന വിഷയം. ആ വിഷയത്തെക്കുറിച്ച് അവിടെ ആരും സംസാരിക്കുന്നുമില്ല. അത് വലിയൊരു പ്രശ്നമായി തീരും എന്നിങ്ങനെ ഓർത്തിരുന്നപ്പോൾ നമ്മുടെ പിങ്കി ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെ രണ്ടുപേരും ഇവിടെ വരുമെന്നും. ഇത് സുമംഗലി അപ്പച്ചി അതായത് സുമംഗലി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഓർത്തായിരുന്നു. ഇത് എന്താണെന്ന് അറിയില്ല, സുമംഗലിക്കും പറ്റിയത് എന്നുള്ള രീതിയിലാണ് ബാക്കി എല്ലാവരും നിൽക്കുന്നത്. ബാക്കി ആർക്കും അറിയത്തില്ല കേട്ടോ. ഈ പറയുന്ന കളികൾ അറിയാവുന്നത് നമ്മുടെ അർജുനും പിങ്കിയല്ല, നന്ദയ്ക്കും തന്നെയാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒത്തു കളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ സുമംഗലിനെ വിവരം അറിയിച്ചതും സുമംഗലി ഇവിടെ എത്താനുള്ള ഒന്നാമത്തെ കാരണവും അതും പ്രത്യേകിച്ച് നയനയും കൂട്ടിക്കൊണ്ട് ഇവിടെ എത്താനുള്ള ഒന്നാമത്തെ കാരണം അത് തന്നെയാണ്. കാരണം നമ്മുടെ നന്ദയ്ക്കറിയാം പിങ്കിയുടെ മനസ്സിൽ ആരുണ്ടെന്ന്, നമ്മുടെ അർജുനുണ്ട് എന്നറിയാം. പക്ഷെ അത് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ഇതൊക്കെ നടക്കുകയുള്ളെന്നറിയാം. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ നന്ദയും അർജുനും കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു നാടകം നടത്തുന്നത്. പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മുടെ പിങ്കി ചങ്കു പൊട്ടുന്ന വേദനയിലൂടെയാണ് ഇനി അങ്ങോട്ടേക്ക് കടന്നു പോകുന്നത്. അപ്പോഴേക്കും നമ്മുടെ അർജുൻ റൂമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിങ്കി പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി, ഡിവോഴ്സിന്റെ കാര്യം. ഇനിയിപ്പോൾ ഇവിടെ പുതിയ അതിഥികൾ വന്ന എന്നും പറഞ്ഞുകൊണ്ട് അതൊന്ന് നീട്ടിവെക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയുമ്പം, എന്താ പിങ്കി നീ പറയുന്നത്? അവർ അതിഥികളൊന്നും അല്ല. ആര് പറഞ്ഞു അതിഥികളാണെന്ന്? ഒരിക്കലും നയന എൻ്റെ അതിഥിയല്ല.
ഓ, അവളും ഞാനും ഒക്കെ ഒത്തിരി കുട്ടിക്കാലം ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു നയനെ വിവാഹം കഴിക്കണമെന്ന്. പക്ഷേ എന്തോ അന്ന് അത് നടന്നില്ല. ആ, ഏതായാലും പിങ്കി നീ വെയിറ്റ് ചെയ്യ്, ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടും കൂടെ അർജുൻ പോയി. അർജുൻ ഇത് പറഞ്ഞിട്ടും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സത്യത്തിൽ പിങ്കിക്ക് അങ്ങോട്ട് വല്ലാത്തൊരു ഇതായി പോയിട്ടോ. ഇനിയിപ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? താൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു സൈഡിൽ ഗൗതമിനെ വിട്ട് മാറി നിൽക്കേണ്ടി വരും, മറ്റു സൈഡിൽ അർജുൻ വേറെ വിവാഹം കഴിക്കും. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് നമ്മുടെ പിങ്കിക്ക് ഒരു സമാധാനം ഇല്ലാതെ സമാധാനം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണുള്ളത്. അങ്ങനെ നമ്മുടെ പിങ്കി സാന്ദ്രനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ സാന്ദ്രനെ വിളിച്ച് വേറെ ഒന്നും അല്ല പറയുന്നത്, ഞാനിങ്ങനെ ഡിവോഴ്സിന്റെ കാര്യം എടുത്തിട്ടായിരുന്നു, അത് വേറെ ഒന്നുകൊണ്ടും അല്ല സാന്ദ്ര എടുത്തിട്ടത്. ഈ പ്രശ്നം ഒന്ന് മറയ്ക്കാൻ വേണ്ടി, അതായത് എൻ്റെ മനസ്സിൽ ഗൗതം ഉണ്ട് എന്ന് അത് അർജുന് മനസ്സിലായി. പക്ഷെ അത് തൽക്കാലം ആ ഒരു വിഷയം ആളി കത്താതെ ഈ ഡിവോഴ്സ് എന്ന വിഷയം ആളി കത്തണം, അതുമാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷെ ഇപ്പൊ ആകെപ്പാടെ തകിടം മറിയുന്ന പോലെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഒരാളിവിടെ വന്നിട്ടുണ്ട്, അത് വേറെ ആരുമല്ല, അർജുന്റെ മുറപ്പെണ്ണാണെന്ന്. അപ്പൊ നമ്മുടെ സാന്ദ്ര പറയുകയും ചെയ്തു, എല്ലാം നീ ഒന്ന് സൂക്ഷിച്ചും കണ്ട് നിൽക്കുന്നത് നല്ലതായിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, അർജുന്റെ മുറപ്പെണ്ണ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീ ഇപ്പം ഡിവോഴ്സ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ സീറ്റിൽ കയറാൻ ഇപ്പം ആള് വേറെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താ സാന്ദ്ര ഞാൻ ചെയ്യേണ്ടത്? ഇതിനെന്താ വഴി? എനിക്ക് ഒരിക്കലും ഈ വീട് വിട്ട് ഇറങ്ങാൻ പറ്റില്ല. എൻ്റെ ഗൗതമിനെ ഉപേക്ഷിച്ച് ഈ വീട് വിട്ട് ഞാൻ ഇറങ്ങില്ല. ഇനിയിപ്പോൾ അർജുൻ വേറെ വിവാഹം കഴിച്ചാൽ എനിക്ക് ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് എന്താണ് പ്രയോജനം ഇരിക്കുന്നത്? എനിക്ക് എൻ്റെ ഗൗതമിനെ സ്വന്തമാക്കണമെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞപ്പം നമ്മുടെ സാന്ദ്ര കുറെ കുരുട്ടുബുദ്ധികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതായാലും സാന്ദ്രയുടെ കുരുട്ടുബുദ്ധി ഒന്നും ഇവിടെ വിലപ്പോകാൻ പോകുന്നില്ല. നമ്മുടെ നയന എന്ന് പറയുന്നത് അതിനപ്പുറം ഹീറോയാണ് കേട്ടോ, ഹീറോയിനാണ്. കാരണം നയന് അവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അത്രയ്ക്ക് വേദന നമ്മുടെ പിങ്കിയുടെ മനസ്സിൽ തോന്നിക്കുന്ന വിധത്തിലാണ് നയന് ഓരോ കാര്യങ്ങൾ അർജുൻ്റെ കൂടെ നടന്ന് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സമയം ആയിക്കോട്ടെ, ഈ സമയം നമ്മുടെ ഗൗതമും നന്ദയും കീരിയും പാമ്പും പോലെ തന്നെ കഴിയാണ് കേട്ടോ. അവര് പുറത്ത് മാത്രമാണ് ഭാര്യയും ഭർത്താവും. അവർക്കറിയാം അവര് രണ്ടായിട്ടാണ് ജീവിക്കുന്നത് എന്നറിയാം. അപ്പൊ അതിൻ്റെതായ രീതിയിൽ അവർക്കിടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുമല്ല, കൂടുതലായിട്ട് നമ്മുടെ ഗൗതം പോലും ഈ നയനോട് സ്വാതന്ത്ര്യം കാണിക്കുന്നത് ഇഷ്ടമില്ലാതെ വരികയാണ് നമ്മുടെ നന്ദയ്ക്ക്. അങ്ങനെ നമ്മുടെ നയന ഡ്രസ്സൊക്കെ മാറ്റി അട്ടിപ്പൊളി ഒരു വേഷത്തിൽ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. കാരണം നയനെ ആ ഒരു കാവി വസ്ത്രത്തിലൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ പിങ്കിയൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അതൊക്കെ മാറ്റി വ്രതമൊക്കെ അവസാനിച്ച് നമ്മുടെ നയന ഇറങ്ങുന്നത് കാണുമ്പോഴേക്കും ഈ പറയുന്ന പിങ്കി ഞെട്ടിത്തെറിച്ച് പോവുകയാണ് കേട്ടോ. ഇറങ്ങുന്നത് നമ്മുടെ അർജുൻ ആയിക്കോട്ടെ ഓടി ചെല്ലുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇപ്പോഴല്ലേ പഴയ നയന ആയത് എന്നൊക്കെ പറയുന്നു. ഏതായാലും ആ പഴയ ഓർമ്മകളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അളിഞ്ഞു കയറി സംസാരിക്കുകയാണ് നമ്മുടെ അർജുന്. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും പിങ്കിക്ക് കല്ലി വരുന്നുണ്ട് കേട്ടോ. കാരണം പിങ്കിക്ക് മനസ്സിലായി എല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണ് എന്ന് നമ്മുടെ പിങ്കിക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പിങ്കിയോട് അർജുൻ പറയുന്നുണ്ട്, ഡിവോഴ്സിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തുടർന്ന് മുന്നോട്ടേക്ക് പോകാം, എനിക്ക് കുഴപ്പമില്ല. കാരണം ഇനി എനിക്ക് പിങ്കി ഡിവോഴ്സ് തന്നെന്ന് ഓർത്തുകൊണ്ട് യാതൊന്നുമില്ല. കാരണം പിങ്കിയുടെ വഴി കണ്ടെത്തുന്നു, ഞാൻ എൻ്റെ വഴി കണ്ടെത്തുന്നു. ഇനിയിപ്പോൾ പിങ്കി പോയാലും എനിക്കൊരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പിങ്കിക്ക് മനസ്സിലാകുകയാണ് ഇനിയിപ്പോൾ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിങ്കിക്ക് ആ കുടുംബത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഇനിയിപ്പം നമ്മുടെ പിങ്കിയുടെ ഏക ശത്രു എന്ന് പറയുന്നത് നയനയാണ്. അപ്പം അതിനോടൊപ്പം തന്നെ നയനയെ സ്നേഹിക്കുന്നത് കാണുകയാണ് നമ്മുടെ സുമംഗലി. നയനയെ മോളെപ്പോലെ സ്നേഹിക്കുകയാണ് കേട്ടോ. അപ്പം അതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒന്നും കൂടെ നമ്മുടെ പിങ്കിക്ക് മനസ്സിലാകുവാണ് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന്. കാരണം നമ്മുടെ സുമംഗലി അതുപോലെയാണ് സ്നേഹിക്കുന്നത്. പക്ഷെ സുമംഗലി ഇങ്ങനെ നയനെ സ്നേഹിക്കുന്നതും പിങ്കിനെ അവോയ്ഡ് ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ട് ഈ പറയുന്ന ലക്ഷ്മിക്കും മഹേശ്വരനും അരുന്ധതിക്കും ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം ഇങ്ങനെയല്ലായിരുന്നല്ലോ നമ്മുടെ സുമംഗലി ഇവിടുന്ന് പോയപ്പോൾ തന്നെ അർജുനും നമ്മുടെ പിങ്കിയും ഒന്നിക്കണം എന്ന് ആഗ്രഹിച്ച് അവരുടെ ജീവിതം നല്ലതാകണമെന്നൊക്കെ ആഗ്രഹിച്ച് പോയതാണ് വ്രതം നോക്കാൻ വേണ്ടി. തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ സുമംഗലി പറയുന്നുകൊണ്ട് എനിക്ക് അവിടെ ഞാൻ വ്രതം നോക്കാൻ പോയപ്പം എൻ്റെ ഗുരുവായൂരപ്പൻ എനിക്ക് തന്ന സ്വത്താണ്, എൻ്റെ മകന് വേണ്ടി ഞാൻ കണ്ടെത്തിയ സ്വത്താണ്, എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ സ്വത്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കുമാണ് പിങ്കിക്ക് അങ്ങോട്ട് ഇളകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക. അപ്പോൾ ഇതിനു മുമ്പായിട്ട് നമ്മുടെ
നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ ഇട്ടിട്ടുണ്ട്. ഇനി പല്ലവിയുടെയും സേതുവിൻ്റെയും കഥ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും മറക്കാതെ കാണണം. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് നമ്മൾ എല്ലാത്തിൻ്റെയും പ്രമോ വിശേഷം, ജനറൽ പ്രമോ, 1 വീക്കെൻഡ് പ്രമോ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. എല്ലാത്തിൻ്റെയും നമ്മളിടുന്ന 3 കഥയുടെയും, സേതുവിൻ്റെയും പല്ലവിയുടെയും അതുപോലെ തന്നെ രേവതിയുടെയും സച്ചിയുടെയും ഗൗതമിൻ്റെയും നന്ദയുടെയും 3 എണ്ണത്തിൻ്റെയും വീക്കെൻഡ് പ്രമോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്താണ്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.